ആ 9 മക്കളങ്ങ് റോഡിലൊന്നും നോക്കത്തോലുമില്ല, വെറുതെ അങ്ങ് എടുത്തും വെക്കുക റോഡിൽ. ആഹാ, നല്ല അലഞ്ഞ ചായ. യൂസ്ലെസ് വേസ്റ്റ് ബ്രോ. കാറ് കാണണം. ഈ കാറ് കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോവും. അതെ, കാറിന് എഞ്ചിനൊക്കെ വെളി വന്ന് ഇടിച്ചു കൊല്ലല്ലേ. See how they are going? All military area, all military camp. ഓ, ഇത് കുറച്ച് ടാസ്ക് ആട്ടാ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത്, അതായത് ഇവിടെ കോതറ കേവ് എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾ ഉണ്ട്. വാട്ടർഫോളിൽ അതൊരു ജസ്റ്റ് ഒരു അമ്പലം പോലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മളിന്ന് പോകുന്നത്. അതായത് ഏകദേശം ഒരു കാട് പോലൊരു അമ്പിയൻസാണ്. അതിൻ്റെ നടുക്കൂടെ നമ്മൾ താഴോട്ടൊരു പടിയൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങിപ്പോയിട്ട് അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പം നമ്മുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കീ എടുത്തു. ക്യാപ്പ് എടുക്കുക, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുക്കുക. ഉണ്ടോ, റൂമെല്ലാം ഏകദേശം ഞാൻ മിസ്സാക്കിയിട്ടൊക്കെയാണ്. രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചാണ്. ഇപ്പോൾ ഏകദേശം സമയം 6:30 അപ്പോൾ എല്ലാം ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ശബരിമല പടി പോലൊരു പടിയാണ്. അപ്പോൾ രാവിലെ നമ്മൾ വണ്ടി കയറി, വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഇത്ര നമുക്ക് 2 വട്ടം ഫ്യൂലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 50-58 കിലോമീറ്റർ ഉണ്ട്. നമ്മളിനി അവിടെ എത്തിയതിന് ശേഷം നടുക്ക് എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. I think बारिश आएगा. See this bloody. ആ 9 മക്കളങ്ങ് റോഡിലൊന്നും നോക്കത്തോലുമില്ല, വെറുതെ അങ്ങ് എടുത്തും വെക്കുക റോഡിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയേക്കുവാണ്. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. ഇനി നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് 1 മണിക്കൂർ 12 മിനിറ്റ് 41 കിലോമീറ്ററിൻ്റെ ട്രാവലുണ്ട്. നല്ല മഴ വരാനുള്ള കോളൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. റോഡൊക്കെ ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. കുറച്ച് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള റോഡൊന്നും അല്ല. പിന്നെന്നാലും കുഴപ്പമൊന്നുമില്ല, വലിയ തിരക്കില്ല ഇത്ര രാവിലെ വന്നുകൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തിരക്കാം. നമ്മുടെ കൂടെ വന്ന് അതായത് ബൈക്കേഴ്സ് അവർ കേട്ടോ, ബൈക്കറൊന്നും അല്ല, അവരും ഒരു വ്ളോഗറൊക്കെ ട്രാവലറോ, അവർക്ക് വീഡിയോ കൊണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് നടുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല കാഴ്ചകളുണ്ടെങ്കിൽ കാണിക്കാം. എല്ലാവരെയും ബോറടിപ്പിക്കുന്നുമില്ല. ബൈ. Military area, all military camp. Military area. They will kill you.
അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം വന്നതിന് ശേഷം നമ്മളൊരു റെസ്റ്റ് എടുത്തിട്ട് പോഹ കഴിക്കാൻ ഒരു ധാബയിൽ നിർത്തിയതാണ്. വേണ്ട, പോഹ കഴിക്കാൻ മാത്രമല്ല പിന്നെ ഒന്ന് ഫ്രഷപ്പ് ആവണമായിരുന്നു. അത് പോവാ ഗുഡ് പോത്ത് പോയ മേൻ നൈസ്. പക്ഷേ പോഹയ്ക്ക് എത്രയാണെന്ന് അറിയത്തില്ല, 20-25 രൂപ കണ്ടാന്ന് തോന്നുന്നു. നല്ല പോഹ. സ്വീറ്റ് ജിം ബ്രോ, why are you eating sweets? No, when I see sweet na. No, hi. From Vizag, it's also. There is one chai, na? This guy, bro. Where? This guy from Kerala. Yeah, I'm from Kerala. Gamer. Yeah, Gamer plus traveler. Yes, driver also. High five. Dovlot. I like this one. Just when you came to MP, just you can buy this one. Nice, bro. Hey, what? This poha, yeah, no, poha is really nice. No, office waste, bro. No, Gurubra, no? Gurubra poha is nice. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി ഒരു ½ ട്രാവലുണ്ട്. അത് പോയി കഴിയുമ്പം നമ്മൾ ഫൈനൽ സ്ഥലമെത്തും. അവിടെ ഏകദേശം ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് സ്കിപ്പ് ചെയ്യും. നമ്മൾ പോകാനാണ് പ്ലാന്. അപ്പം നല്ലൊരു വെതറാണിപ്പം, ഒരു മഴയുടെ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബാക്കപ്പും കൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത്. മഴ പെയ്താലും നനഞ്ഞുകൊണ്ട് നമ്മൾ വ്ളോഗ് എടുക്കും, പിന്നല്ല. Washroom condition, Washroom, bro. 5 out of 5 rating. First time I'm seeing in indoor this much clean, and there is no any minor bad smell also not there. Wow, bro. No. Here many tourist places I am already met. That is new one. I went many places, but useless. അങ്ങനെ പോക അടിച്ചു കഴിഞ്ഞു, വേറെ അറിഞ്ഞില്ല. ഇനി ഒരു ചായ കുടിക്കാൻ വെച്ചു. അല്ല, ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള റെസ്റ്റ് ഏരിയയൊക്കെ ഉണ്ട്. റെസ്റ്റ് ഏരിയ ആഹാ, നല്ല അലഞ്ഞ ചായ. യൂസ്ലെസ്, വേസ്റ്റ് ബ്രോ ചായ. ടു മച്ച് ജിഞ്ചർ, നോ സ്വീറ്റ്നെസ്, വെരി നൈസ്. റെസ്റ്റോറൻറ്റ് കാണാം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഒരു കാർ തേണ്ട ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ കാറിൻ്റെ എൻജിനൊക്കെ തേണ്ട വെളിയിലോട്ടൊക്കെ ആയി. കണ്ടോ, ഇതാണ് റെസ്റ്റോറൻറ്റ്. JA8 എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ഇവിടെ പശുക്കളൊക്കെ റോഡിന് നടുക്ക് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ കറങ്ങി നടക്കും. ഇതെന്താണെന്നറിയത്തില്ല. क्या फार्मिंग है? ഇവിടെ നമ്മൾ വന്നപ്പോൾ കാണാം ഒരു കാറ് ഇവിടെ നിന്ന് ഇടിച്ച് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ കാറ് കാണിച്ചു തരാം. ഓ, എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കെങ്ങാണ്ട് ഇടിച്ചതാന്ന് തോന്നുന്നു കേട്ടോ. കാറ് കാണണം. ഈ കാറ് കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകും. അല്ലേ, കാറിന് എഞ്ചിനൊക്കെ വെളി വന്ന്. ഇതൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടിച്ചോണ്ട് ഓ, ടയറൊക്കെ നോക്കും. എൻ്റെ ദൈവമേ, ഉമ്മാര് വണ്ടി കേട്ടാ. അതിൻ്റെ റേഡിയേറ്റർ ഗ്രില്ല് സൈഡിൽ നിന്ന് ഇടിച്ച് കളഞ്ഞാന്ന് തോന്നുന്നു വണ്ടിയെ. ഓ, ഇതിനി ഒന്നിനും കൊള്ളത്തില്ലേ, ഇതിനകത്ത് ഉള്ള എല്ലാം കൊണ്ടുപോയെന്ന് തോന്നുന്നു. കണ്ടോ വണ്ടിയുടെ അവസ്ഥ നോക്ക്. ഒരു സൈഡിൽ ടയറൊന്നുമില്ല, അലയെല്ലാം പൊട്ടി. കുറേ നാളായതാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുറേ കാറ് ഇറക്കിക്കൊണ്ട് വന്നതിൻ്റെ ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഇതൊരു ഏക്കർ കണക്കിനുള്ളൊരു സ്ഥലത്തെ കൃഷി സ്ഥലമാണ്. ഇത് കടലയാന്ന് തോന്നുന്നു കേട്ടോ, നമ്മുടെ സാധാ കടലയില്ലേ. നല്ല കാറ്റും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. ഇവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു ½ ട്രാവലുണ്ട്. അപ്പോൾ നമുക്കിനി നേരിട്ട് നമ്മുടെ സ്ഥലത്തോട്ട് പോവാം.
അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോവാണ്. ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരമുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 40-42 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ. ഈ 18 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. അരമണിക്കൂർ യാത്ര. 9-10 ആകുമ്പോൾ അവിടെ എത്തുമെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗൂഗിൾ അമ്മച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇവിടുന്ന് കളിക്കാം. അപ്പം നമ്മൾ ഇവിടുന്ന് ചോറെല്ലാം ഡൈവേഴ്സ് എടുത്തു. പക്ഷെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ കാണുന്നില്ല. അവന്മാരെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് കണ്ടോ, അവിടെ ചോറൽ ഡാം ബോർഡ് വെച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് ചോറൽ ഡാം ബോർഡ് എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അവരെ കാണുന്നില്ല. അവരെ കാത്തിരിക്കുകയാണ് നമ്മൾ. വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമുക്ക് അടുത്താണ്. ഒരു 13 കിലോമീറ്ററേ ഉള്ളൂ. they went for filling the petrol. 13 കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം 13 കിലോമീറ്റർ 26 മിനിറ്റാണ് കാണിക്കുന്നത്. നമ്മൾ മെയിൻ റോഡിൽ ഏകദേശം ഒരു ഡൈവേഴ്സിനെടുത്തു. ഇപ്പം നമ്മളൊരു ചെറിയൊരു വീതി പറഞ്ഞ റോഡ് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വില്ലേജ് ഏരിയ ആണ്. അപ്പം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നല്ല ആടും. ദൈവമേ, ഇതെങ്ങാനും നമ്മൾ ഇടിക്കുമോ? ദേ വിൽ നെവർ അറ്റാക്ക്, റൈറ്റ്? ഇടിച്ചു കൊല്ലല്ലേ. See how they are going? ഫൈനലി നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെ കുറേ വണ്ടികളുണ്ട്. എനിക്കൊന്ന് കുറേ പേര് താഴോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഇപ്പോൾ കാണിക്കാൻ വന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കിളി പോകും. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഇത് കോതറ കേവ് എന്ന് പറയും, പിന്നെ ചോട്ടയമർനാഥ് എന്നും പറയും. ചോട്ടയമർനാഥ് എന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സ്ഥലം കണ്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴോട്ട് നമ്മൾ നടന്നിറങ്ങി പോകണം. ഇവിടെ ഉള്ള ആൾക്കാർ ഫാമിങ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ, അതായത് അവരുടെ ഒരു ഉപജീവന മാർഗമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ട്രാവൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ. അതേൻ്റെ അവിടെ ഒരു ഡാമൊക്കെ കാണാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ വരുന്ന ടൂറിസ്റ്റേഴ്സിന് അത് ഫുഡും പിന്നെ അവർ ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ ചോളമൊക്കെ ചുട്ടും പിന്നെ നാരങ്ങ വെള്ളം അങ്ങനെ കുറേ പിന്നെ അല്ലാതെയുള്ള ക്യാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ. അതൊക്കെ വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ പ്രൈസ് ചോദിച്ചിട്ട് വേണം എല്ലാം കഴിക്കാൻ, അല്ലെങ്കിൽ പണി പാളും. 150-200 രൂപയ്ക്ക് ഒരു മായ്ക്ക് മേടിക്കും. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇപ്പോൾ കുറേ വണ്ടി ഉണ്ടായതുകൊണ്ട് എന്തായാലും പേടിക്കാനൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു മഴച്ചാറ്റിലും തുടങ്ങി. നമുക്ക് നേരെ താഴെ പോയി നമ്മുടെ വണ്ടിയിൽ നമ്മുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ കാണാൻ വീണ്ടും എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് കാണാം. നമ്മളവിടെ നിന്ന് കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങി തുടങ്ങി മേലിൽ നിന്ന്. അതായത് ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ വരക്കവും പൂക്കൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. പോയി നോക്കാൻ തന്നെ ഉണ്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ മൊത്തം കൊക്ക പോലുള്ള സ്ഥലത്താണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കണ്ടോ. അതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ട്രാക്ടറിൻ്റെ ഒക്കെ ശബ്ദം വരുന്നുണ്ട്. ഇവിടെ
ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുറേ അടിപൊളിയായിട്ടുണ്ട്. കുറേ നേരം വന്നിട്ട് നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് 300 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഫ്രം ഹിയർ ടു ദെയർ 300 സ്റ്റെപ്സ് വി ഹാവ് ടു കവർ. സോ ദിസ് ഈസ് ദാറ്റ്. സീ ദാറ്റ്. ഓ ഹൗ ഫാർ ദിസ്. മങ്കി ഈ സ്റ്റെപ്പ് പക്ഷേ ഇവർ തുറന്നേക്കുന്നത് എനിക്കൊന്ന് കുറച്ച് ഹൈറ്റായിട്ടാണ്. നമ്മളിങ്ങനെ ഇറങ്ങി ഇന്നലെ ലെഗ് വർക്കൗട്ടും കൂടെ ചെയ്ത് എനിക്ക് കാല് നല്ല വേനയെടുക്കും. എത്തിയോ ഇതൊന്ന് ഇവിടുന്ന് തല്ല അവിടെ എനിക്കൊന്ന് അവിടെയാണെന്ന് തോന്നുന്നു സ്ഥലം. ആൾക്കാരെ ശബ്ദമൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും സിവിലിയൻസിനെ ഒന്നും മാക്സിമം നമ്മളതിനകത്ത് കവർ ചെയ്യുന്നില്ല. കാരണം എല്ലാ കപ്പിൾസ് കാര്യങ്ങളൊക്കെയാണ്. എന്തിനാണ് എത്തിയെന്ന് തോന്നുന്നു. വി റീച്ച് ഓൾമോസ്റ്റ് ദേർ ഓൺലി. സീ ദ പീപ്പിൾ ആർ മേക്കിംഗ് നോയ്സ്. ഇത് ഈ ഒരു റീല് വഴിയും ഞാനിത് കണ്ടത് ഗൂഗിൾ മാപ്പ് വഴിയാണ്. ഗൂഗിൾ മാപ്പ് വഴി കണ്ടപ്പം വിചാരിച്ച് ഇത് ഒത്തിരി ഉണ്ടത്. അതേത് അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഫോട്ടോ കിടക്കുന്നത്. പക്ഷെ ഇതിനകത്തൂടെ നോക്കുന്ന സമയത്ത് അത്രയ്ക്കൊന്നുമില്ല. ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് ഹൈറ്റിൽ ഇങ്ങനെ താഴോട്ട്. പിന്നെ അത്യാവശ്യം കൊള്ളാം. നല്ലൊരു ഇതെനിക്കൊന്ന് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമല്ലെന്നാ തോന്നുന്നു. പ്രൈവറ്റ് പ്ലേസ് ആയിരിക്കും. കാരണം ടെമ്പിള് ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഇത് ഗവൺമെൻറ് ഒന്നും അല്ല. അതിന് പെർമിഷൻ കാര്യങ്ങളൊന്നും വേണ്ട. വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്ന് വേണമായിരിക്കും. ഇത് രസമുണ്ട് കേട്ടോ. മഴയുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടെ. കാരണം അത്രയ്ക്ക് നല്ല ഫീലായിരിക്കും. ഹിയർ വി നീഡ് റെയിൻ. ബിക്കോസ് വിത്ത് റെയിൻ ദ എക്സ്പീരിയൻസ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. I think maybe rain will happen in maybe afternoon. So good. So still water is here. People are taking videos and photos. ഇവിടെ നിന്ന് ഇത്രയും ദൂരത്തു നിന്ന് വേലി വരെ കയറിപ്പോകാനാണ് ഓരോരുത്തന്മാർ ചത്ത് നിലവിളിച്ചൊക്കെ കയറിപ്പോകുന്നത്. എൻ്റെ ദൈവമേ, ഇതൊക്കെ പഴനി മല കയറി കഴിഞ്ഞാൽ ചാവുമല്ലോ. അപ്പം എന്തോന്നു ഞാൻ വെച്ച് വവ്വാലം കണ്ടു ചത്തത്. കയറിയിരിക്കുന്ന സ്ഥലം കൊള്ളാലവൻ. തമിഴ്നാട്ടിൽ പറ്റിയ സ്ഥലം. ഓക്കെ, അതാണ് സ്ഥലം. അമ്പലം.
ആൾക്കാരൊക്കെ മേലിലോട്ട് കയറി പോകുന്നുണ്ട്. എന്താ ഫുള്ള് കാട്. പിന്നെ ഇവിടെ എന്തോ അമ്പലവും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. ചെരുപ്പിട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ പിന്നെ ആൾക്കാർ ചെരുപ്പും ഷൂ ഒക്കെ എല്ലായിടത്തും ഇടുന്നുണ്ട്. അവിടെ ഒരു ശിവൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രതിഷ്ഠ പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവിടെ മേലയിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. മലയുടെ മേലയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വെള്ളം വീഴുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഇവിടെ. പിന്നെ താഴോട്ടൊന്നും ആൾക്കാരും പോകുന്നില്ല. അവിടെ നിന്ന് ആൾക്കാർ താഴെ നിന്ന് കയറി വരുന്നുണ്ട്. ഇതാണ് ചെറിയൊരു വാട്ടർഫാള്. പിന്നെ അതിനകത്ത് അമ്പലമൊക്കെ ഉണ്ട്. ഇരിക്കുന്ന ആൾക്കാർ ഫോട്ടോ കൊണ്ട് കയറി പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരുമെന്ന് തോന്നുന്നു കേട്ടോ അമ്പലത്തിൻ്റെ. കണ്ട വെള്ളം ഇലയിൽ കൂടെ ഇങ്ങനെ ഒലിച്ചു പോകും. ഇവിടെ നിന്ന് വരുന്ന വെള്ളം, മേലിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒലിച്ചു പോകാം താഴോട്ട്. ഇത് താഴെ ഒരു ആൾക്കാരൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ നിന്ന് താഴോട്ട് പോയി നോക്കാം. എന്തായാലും ചെസ്റ്റ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാലി കിടക്കുന്നത് ക്രിക്കറ്റ് ഷൂ ആണ്. എന്താവും അറിയില്ല. എന്തായാലും ഇവിടെ കുറച്ച് പേര് ഇറങ്ങി പോകുന്നുണ്ട്. ഫിറ്റ്നസ് ഒന്നും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും അഡ്വഞ്ചറൊക്കെ ഇഷ്ടമാണ്. ചീര കണ്ടിട്ട് എനിക്ക് നമ്മുടെ നാട്ടിൽ ഇതെന്തുറ CMN എന്ന് മരത്തിനകത്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മരമാണോ അതാണോ ഇങ്ങനെ അടിച്ച് വെച്ചേക്കുന്നത്? നമ്മൾ തന്നെ സ്ഥലം കണ്ടുപിടിച്ച് പോകണം എന്നുള്ളൊരു രീതിയിലാണ്. ഷൂവ് ക്രിക്കറ്റ് ഷൂ ആയതുകൊണ്ട് അതായത് ഗ്രിപ്പിന് കുറച്ച് സീനാണ്. ട്രക്കിംഗ് ഷൂവേ ഇവിടെ പറ്റത്തുള്ളൂ. കാരണം വെള്ളം ഇങ്ങനെ പോയിട്ട് പാറയെല്ലാം തെന്നിക്കിടക്കുക. നോക്കിയും കണ്ട് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പണി പാളും. ഓ this cricket shoe na cricket shoe I'm wearing cricket shoe, that's why it is very tough. There is no I can't. Yeah, this is nice. From here we can go. Yeah. ഞങ്ങളുടെ കൂടെ 2 തെണ്ടികളുണ്ടായിരുന്നു, തെലുങ്കന്മാർ. ആ നാറികൾ ഇതുവരെ വന്നില്ല. അവന്മാർ പറഞ്ഞത് അവന്മാർ നടുക്ക് വെച്ച് വഴി തെറ്റിയിട്ട്, അതായത് അവന് വഴിയൊന്നും അറിയത്തില്ല. വഴി അറിയത്തില്ലെങ്കിൽ ചിലവരുണ്ടല്ലോ, അതായത് വണ്ടി കൊണ്ട് കൈ കിട്ടിക്കഴിയുമ്പം മാപ്പ് ഒന്നും ഉണ്ടാകത്തില്ല, ഒരു പോക്കങ്ങ് പോവും. അത് അങ്ങനെ ഓരോ ടീമുകൾ. അവസാനം നടുക്ക് വെച്ച് ഞാൻ വിളിച്ചു, എന്നിട്ട് കേട്ടില്ല. അവന്മാരങ്ങ് പോയി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ സിഗ്നൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു അപ്ഡേറ്റും ഇല്ല. എന്നിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയാന്മാരാ 1 മണിക്കൂറായി, ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു എവിടെയാണോ നിൽക്കുന്നത്. ഇപ്പം ഇവിടെ നിന്ന് ഏകദേശം കണ്ടോ ഇത്രയും മല. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കയറിപ്പോയി കുറേ പേര് അണച്ചാണല്ലോ കയറിപ്പോയത്. അവന്മാരെനിക്ക് തോന്നുന്നു ഈ മലയെല്ലാം ഇറങ്ങിയിട്ട് മരിച്ചിറങ്ങാന്ന് തോന്നുന്നു കയറി വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ചെസ്റ്റ് മൗണ്ടും ഹെഡ് മൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇവിടുന്ന് വരെ ആൾക്കാർ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയും പോയാൽ മതി. കാരണം ആൾക്കാർ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സ്ഥലത്തോട്ടാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക്, ഓരോരോ പിറപ്പ്. പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അഡ്വഞ്ചറൊക്കെ ചെയ്യാം. എന്നാൽ പിന്നെ ഇതുവഴി ഇങ്ങനെ കയറി പോയപ്പോഴേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതുവഴി ഇങ്ങനെ മേലോട്ട് കയറി അവിടെ നോക്കിയിട്ട്
അത് ഇതൊക്കെ എന്തോ കോൺക്രീറ്റാ. കോൺക്രീറ്റ് അല്ല, ഇത് പാറയാട്ടാ. ആ ഇവിടെ here it's slippery, maybe for you your shoes is slippery. Yeah. No, from this gravel it's fine. I think come you have a grip. ഇന്നലെ മനുഷ്യന്റെ അടപ്പളകി. ആ ഇവിടെ കയറി പോയിട്ടുണ്ടല്ലോ, കണ്ടോ? ഇവിടെ ആൾക്കാർ കയറി പോയിട്ടുണ്ട്. ഓ കൊള്ളാം. വെരി നൈസ്. പക്ഷെ അവർ നിൽക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല. ഒന്ന് തെന്നി കഴിഞ്ഞാൽ കാം ഹിയർ ഹിയർ. ഞങ്ങളുടെ കൂടെ ഉള്ള നാരികൾ എൻ്റെ ദൈവമേ, മാപ്പ് ഇട്ടിട്ട് ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുത്ത് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയാമാരാ. ഒരു പിടിയില്ല എവിടെ പോയാന്ന്. എന്തായാലും ഇത് അഡ്വഞ്ചറൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതായിരിക്കും. കാരണം ഒരു രസമുണ്ട് കാണാനായിട്ട്. ഈ പന്നി കുത്തിയിട്ടാണ് ഇത്, കണ്ടിട്ട് നോക്ക്. പന്നി കുത്തിയിട്ട് എൻ്റെ വീട്ടുണ്ടേ. ആഹാ, ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി പോയിട്ടുണ്ടോ? ആ എനിക്ക് തോന്നുന്നു ഇതിന്റെ താഴെ നിന്ന് സംസാരം കേൾക്കുന്നത്. എന്തായാലും കൊള്ളാം. ഓരോരുത്തരും ആൾക്കാരൊക്കെ പോകുന്നത് നോക്കി എന്ത് റിസ്ക് എടുത്തിട്ടാണ്. റിസ്ക് എടുത്ത് പോവാം, പക്ഷെ ഇവർ പോയതിൻ്റെ ഒന്നും തെളിവില്ലല്ലോ. ആൾക്കാരൊക്കെ എനിക്കൊന്ന് തോന്നാൻ വേണ്ടി വന്നതിന് ശേഷം അവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വഞ്ചർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടില്ലേ? കുളു 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 കുളു. നല്ല ചെളിവെള്ളമാണ് വരുന്നേ. ഞാൻ വന്നപ്പോൾ ഒരു പെണ്ണ് അവിടെ നിന്ന് നനഞ്ഞു കുളിച്ചു വന്നിരിക്കുന്നു. അതാണ് ആ പെണ്ണ്. ആ ചെളിവെള്ളത്തിലാണ് കിടന്ന് കുളിക്കാൻ തോന്നുന്നു. ഈ വെള്ളം ഇങ്ങനെ പോകും. എന്നിട്ട് അവിടെ ഓപ്പണായിട്ട് ഒരു കുറച്ച് വ്യൂ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ കുറേ നാൾക്ക് ശേഷം നമ്മൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ്. മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമുക്കൊരു പ്രത്യേക ഒരു എനർജിയൊക്കെ കിട്ടിയേനെ, ടയർഡാവത്തില്ലായിരുന്നു. ഇതല്ലാതെ ഇവിടുന്ന് ടയർഡാവാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അടിച്ചിട്ട് വരണ്ടേ, ടയർഡായിട്ടില്ല. ഇനിയും കുറച്ച് സ്ഥലം പോകാനുണ്ട്. കയറിപ്പോവാൻ എളുപ്പം, ഇറങ്ങി വരാനാണ് പാട്. കാരണം ഇറങ്ങി വരാൻ നമുക്ക് പരിചയമില്ലാത്ത പാറയൊക്കെ അല്ലേ, തെന്നി തെന്നി പോകും. ഇത്രേ ഉള്ളൂ. ഇതിന് ഇതിനകത്തൊരു ശിവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. മഴ വരുന്ന സമയത്ത് നല്ല ഹെവി വെള്ളം എനിക്ക് ഇതിനകത്ത് കഴിയുന്നത്. ചെളിവെള്ളം, എനിക്കൊന്ന് ഈ ചെളിവെള്ളത്തിൽ കിടന്നാന്ന് തോന്നുന്നു. അപ്പം എൻ്റെ കുറച്ച് അവിടെ കഴിഞ്ഞ് ഇനി പോവാം. ഇനി നമ്മൾ അടുത്തൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാം.
കയറി വളഞ്ഞ് കയറി കഴിയുമ്പോൾ അടുത്ത സ്ഥലമെത്തി. കൂടിപ്പോയൊരു നടക്കാൻ ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ, അതിൽ കൊള്ളുന്നത്. പക്ഷേ ഇവിടത്തേക്ക് ഈ സൈഡ് ഇങ്ങനെ ഒഴിഞ്ഞു പോയെന്ന് അറിയത്തില്ല. ബെൻഡായിട്ടാണ് അതോ മനസ്സിലായി, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കാണും. അങ്ങനെ ഒഴിഞ്ഞു അല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. It look like same. അയ്യോ, ഈ പടിയാണ് ആൾക്കാർ കയറാൻ ബുദ്ധിമുട്ടുന്നതാണ്. ഈ പടിയാണ് ഇതിലേകദേശം ഇതാണ് ആൾക്കാർക്കൊക്കെ ടാസ്ക്. ഇത് കുറച്ച് ടാസ്ക് ആട്ടാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. Yesterday I did leg workout also. Super. കെട്ടി വലിക്കുന്നു. കെട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോയപ്പം പറഞ്ഞ വലിയ പാടാണ്. സിമ്പിളാണ്, നടക്കാനൊന്നുമില്ല, ചിരിയേ ഉള്ളൂ. പക്ഷേ കയറി വരുമ്പോൾ ഒരു 90 ഡിഗ്രി ഉള്ള ആംഗിൾ, അതാണ് പണി. ഇങ്ങനെ പോവുക, താഴെ പോവുക, എന്നാൽ അതേപോലെ തിരിച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സ്ഥലം പേര് മറക്കണ്ട, ചോട്ടി അമർനാഥ് അഥവാ കോതറ കേവ്. സെർച്ച് ചെയ്താൽ മതി, കാണാൻ പറ്റും. ഏകദേശം ഇൻഡോറിൽ നിന്നാണെങ്കിൽ ഒരു 58 കിലോമീറ്റർ, 1.5 മണി 2 മണിക്കൂർ യാത്ര അത്രയും. രാവിലെ തിരിച്ചാൽ 2 മണിക്കൂറിൽ ട്രാഫിക് ഒന്നും ഇല്ലാതെ എത്താം. അപ്പോൾ ഇതിൽ നല്ല ബെസ്റ്റ് വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ഞങ്ങൾ ബജ്ജിയ കഴിക്കാൻ പോവാണ്. ബജ്ജിയ താഴെ നിന്ന് ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങളൊന്ന് ബജ്ജി കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അല്ലേ, ഫൈനലി ഇവരിപ്പോഴാണ് കയറി വന്നത്. വ്ലോഗ് അവരുടെ കയ്യിൽ ഒരു ഗോപ്രോ ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട് ഗോപ്രോ. അതെ, ഇതാണ് ഇവിടെ നിന്ന് ഇരുന്ന കിട്ടുന്ന വ്യൂ. ഇവിടെ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത്രയും ദൂരം കാണാൻ പറ്റും, ഫുൾ ഏരിയ കവറാണ്.